ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്തെണ്ട്രതുക്കുള്ള എന്ന സിനിമയെക്കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. AR മുരുകദാസിൻ്റെ പ്രൊഡക്ഷനിൽ വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനായി 2015 പുറത്തിറങ്ങിയ സിനിമയാണ് പത്തെണ്ട്രതുക്കുള്ള. വിക്രമിൻ്റെ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു പത്തെണ്ട്രതുക്കുള്ള. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ റിലീസായപ്പോൾ സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ ഡിസാസ്റ്റർ റിവ്യൂസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ബോംബാണ്. അപ്പോൾ പത്തെണ്ട്രതുക്കുള്ള എങ്ങനെ ഫ്ലോപ്പായി? നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. സിനിമയുടെ മെയിൻ പ്രശ്നം സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കത്തി സ്ക്രിപ്റ്റാണ് പത്തെണ്ട്രതുക്കുള്ള എന്ന സിനിമയുടേത്. സിനിമയിൽ എനിക്ക് പേഴ്സണലി ഗുഡ് തിങ് ആയി തോന്നിയ കാര്യങ്ങൾ, ഒന്ന് വിക്രമിൻ്റെ പെർഫോമൻസും ലുക്കും ഹെയർ സ്റ്റൈലും എല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഗംഭീരമായിരുന്നു. രണ്ട്, സമന്ത. ഈ ഒരു സ്ക്രിപ്റ്റ് ഹീറോയിനെ മസ്റ്റായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. പോരാത്തതിന് സമന്തയുടെ പെർഫോമൻസ്, എനിക്ക് സമന്തയുടെ ചില ക്യാരക്ടേഴ്സിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത്. കാരണം സമന്ത ഇതിൽ തീരെ മെച്യൂരിറ്റി ഇല്ലാത്ത, ഭയങ്കര എന്താ പറയുക, ഈ കുട്ടിക്കളി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ക്യൂട്ട്നെസ് ഉള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്. എനിക്കത് പേഴ്സണലി നല്ല രീതിയിൽ കണക്റ്റായി. 3, സിനിമയിലെ സോങ്സും BGMസും യുവൻ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ആണാളും ഇന്ദമയക്കം എന്ന് പറഞ്ഞ ആ ഒരു സോങ് കിടില സോങ്ങായിരുന്നു, പക്ക ഫീൽ ഗുഡ് സാധനം. 4, സിനിമയിലെ ഫൈറ്റ് സീക്വൻസ് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈറ്റുകൾ തന്നെയാണ് സിനിമയിൽ ടോട്ടലായിട്ടുള്ളത്. 5, സിനിമയിലെ കോമഡി സീൻസ് അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസും. മെയിനായിട്ട് വിക്രമും സമന്തയും തമ്മിൽ ഒരുമിച്ചുള്ള കോമഡി സീൻസും റൊമാൻസും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇമോഷണൽ സീൻസ് ആയാലും എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. വിക്രമിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ വിക്രമിൻ്റെ സിസ്റ്ററിന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന ഒരു സീനുണ്ട്, വല്ലാത്തൊരു ഇമോഷണൽ സീനാണത്. ഇതൊക്കെയാണ് എനിക്ക് ഈ പടത്തിൽ പേഴ്സണലി ഗുഡ് തിങ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു സിനിമ മെയിനായിട്ട് ഡൗൺ ആവുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ സ്ക്രീൻ പ്ലേ ആയാലും നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ട്. പോരാത്തതിൽ സ്ക്രിപ്റ്റും നല്ല ഷോക്കാണ് സെക്കൻഡ് ഹാഫിൽ. സിനിമ സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പിൽ ഒരു സോങ് കൊണ്ടുപോയിടും. അതൊക്കെ അനാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ സിനിമ ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്, അതായത് ഒരു ലാഗ് വരുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫിലുള്ള സ്ക്രിപ്റ്റിൻ്റെ മെയിൻ പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ കൂടാതെ ഈ ഒരു സിനിമയെ മെയിനായിട്ട് ബാധിച്ച കാര്യങ്ങളിലൊന്നാണ് കത്തി സീൻസ്. ഇല്ലോജിക്കലായിട്ടുള്ള സീനുകൾ സിനിമയിലുണ്ട്. മെയിനായിട്ട് സിനിമയിലെ വിക്രമിൻ്റെ എൻട്രി സീൻ, കാറും കൊണ്ട് ഒരു ബ്രിഡ്ജിൽ നിന്ന് പറന്ന് വന്ന് സ്യൂട്ട് കേസൊക്കെ എടുത്തിട്ട് പോകുന്നൊരു സീനുണ്ട്. കത്തി എന്നൊക്കെ പറഞ്ഞാൽ മാരക കത്തി സീനാണത്. എൻട്രിയിൽ തന്നെ ഇമാതിരി കത്തി സീനൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഓഡിയൻസിന് സിനിമ കാണാനുള്ള ബാക്കിയുള്ള ആ ഒരു ഫുൾ മൂഡങ്ങ് പോയി കിട്ടും. അതുതന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് സംഭവിച്ചത്. പിന്നെ ഈ ഒരു സിനിമ നേരിട്ട മെയിൻ പ്രശ്നമായിരുന്നു വില്ലൻ. ഇതിൽ വില്ലനും ഉണ്ട് വില്ലത്തിയും ഉണ്ട്. ഈ ഒരു സിനിമയുടെ മെയിൻ ട്വിസ്റ്റായിരുന്നു വില്ലത്തിയെ കാണിക്കുന്നത്. സിനിമയിൽ സമന്ത ഡബിളാണ്, ഒരാൾ ഹീറോയിനായിട്ടാണെങ്കിൽ മറ്റാൾ വില്ലത്തിയായിട്ടാണ്. ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുൻപോട്ട് പോകുന്നത്. ഹീറോയിനായിട്ടുള്ള സമന്തയുടെ പെർഫോമൻസ് വൈസ് എല്ലാം മികച്ചതായപ്പോൾ വില്ലത്തി ആയിട്ടുള്ള സമന്തയുടെ പെർഫോമൻസ് കട്ട ഷോക്കായിരുന്നു. വില്ലത്തി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് സമന്തയ്ക്ക് ഒട്ടും ചേരില്ല. അത്രയ്ക്കും ബോറായിട്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ സമന്ത ചെയ്തത്. ഒട്ടും ഇമ്പാക്റ്റ് തരാത്ത ഒരു വില്ലത്തി ക്യാരക്ടർ എന്തോ വന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി വില്ലൻ ക്യാരക്ടറിനെ നോക്കിയാലും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത് രാഹുൽ ദേവാണ്. ഒരു ഇമ്പാക്റ്റും തരാത്ത സൈലൻ്റ് ആയിട്ടുള്ള ഒരുമാതിരി വൃത്തികെട്ട വില്ലനായിപ്പോയി. എന്നാൽ സിനിമയിൽ അഭിമന്യു സിംഗ് ചെയ്ത വില്ലൻ റോള് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ചെറിയൊരു പവർഫുൾ ആയിട്ടുള്ള വില്ലൻ തന്നെയായിരുന്നു അത്. സൈഡ് റോൾ ചെയ്ത വില്ലന് കുറച്ചേലും പവർ കൊടുത്തപ്പോൾ മെയിനായിട്ടുള്ള വില്ലന് ഒട്ടും പവർ കൊടുക്കാൻ ഡയറക്ടർ വിട്ടുപോയി. അതുതന്നെയാണ് സിനിമയുടെ മെയിൻ നെഗറ്റീവ്. ഇനിയിപ്പോൾ ക്ലൈമാക്സ് നോക്കിയാലും ക്ലൈമാക്സിലെ വില്ലനും വില്ലത്തി അടക്കം മരിക്കുന്നത് കോമഡി രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. സിനിമയിൽ വില്ലത്തി ആയിട്ടുള്ള സമന്തയ്ക്ക് കൊടുക്കുന്ന ബിൽഡപ്പ് എന്ന് വെച്ചാൽ ചില്ലറ ബിൽഡപ്പ് ഒന്നുമല്ല, സ്റ്റാർട്ടിങ് തൊട്ട് ഹൈ വോൾട്ടേജ് ബിൽഡപ്പാണ്. എന്നാൽ ആ ബിൽഡപ്പിനൊത്ത് ആ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും ഡയറക്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്ലൈമാക്സിലടക്കം ആ ഒരു ക്യാരക്ടറിനെ കോമാളിയാക്കി കളഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പരാജയത്തിന് ഏറ്റവും വലിയ കാരണങ്ങൾ. എന്തായാലും ഈ ഒരു സിനിമ ഫ്ലോപ്പായതിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം
ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചാൽ ഏത് സിനിമയാണ് ഫ്ലോപ്പ് ആവാത്തത്. ബട്ട് ചെറുപ്പത്തിലൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ സിനിമയാണ്. പിന്നെ ഇവിടെ നല്ല രീതിയിലുള്ള മഴ ഉണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഓരോ സിനിമയുടെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. സംഭവം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കൂടി പറയുമ്പോൾ എനിക്ക് എല്ലാ സിനിമകളും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന എല്ലാ സിനിമകളും ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, ബട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇതൊക്കെയാണ് പത്തൊൻപതുക്കുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.